സെൽഫ് അവെയർനെസ് ഈ മേഖലയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ ലിസി ഒരു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ലൈഫ് കോച്ച് എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വളർച്ചയെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഇതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. നമുക്കൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രി ഇത്രയും ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സസ്റ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിളുള്ള കാര്യമാണ്. ഫ്രം ദ ബിഗിനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം ഒരു ലൈഫ് കോച്ച് ആണോ എന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യം ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം, സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം, നമ്മൾ നാളെ കടന്നു പോകുമ്പോൾ ഒരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാകണം, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ലൈഫിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കുന്ന സുഖങ്ങളുടെ ഒരു ശേഷിപ്പ് മറ്റേ സമൂഹത്തിന് വേണ്ടി കൊടുക്കണം. അങ്ങനെ ഒരു സർവീസ് ഇൻഡസ്ട്രി ഓപ്റ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം തന്നെ. ഒരു പക്ഷേ അതായിരിക്കാം ഞാൻ സൈക്കോളജി പഠനത്തിലേക്ക് പോയതും സൈക്കോളജിയിൽ ഞാൻ വിവിധ മേഖലകളിൽ പഠിച്ചതും. അതിനുശേഷം ഞാൻ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്തു. അതിനുശേഷം ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഞാൻ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരുമ്പോഴും ഈ ഒരു മറ്റുള്ളവരെ അല്ലെങ്കിൽ സമൂഹത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കി അതിനെ മോൾഡ് ചെയ്തെടുത്താൽ വലിയ സക്സസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് ഞാൻ എന്നെ അവെയർ ചെയ്തതിലൂടെയാണ്. ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വലിയ വിജയങ്ങളോ അല്ലെങ്കിൽ വലിയ സക്സസ് സ്റ്റോറീസോ ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ സീമാതീതമാണ്, അല്ലെങ്കിൽ ഇമ്മൻസ് ആണ്. ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വിജയവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ്, ആ ഒരു അവയർനെസ് തന്നെയാണ് എന്നെ ഈ മേഖലയിൽ വീണ്ടും വീണ്ടും പിടിച്ചു നിർത്തുന്നതും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ പേരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും എനിക്ക് സാധിക്കുന്നതും എനിക്ക് പ്രചോദനമാകുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, ഏത് ഏരിയയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടുന്നത്, എന്നെ ആർക്കാണ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെൻറ്ററിനെയോ ലൈഫ് കോച്ചിൻ്റെയോ സഹായം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കി പകർന്നു കൊടുക്കുന്നത് ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ സെൽഫ് അവെയർനെസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിജയം എന്ന ഒരു വാക്കിനെ ഒരു ലൈഫ് കോച്ച് എന്ന നിലയിലും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും ഒക്കെ എങ്ങനെയാണ് ഡോക്ടർ ലിസി നോക്കിക്കാണുന്നത്? വിജയം ഒരു ആപേക്ഷികമായൊരു കാര്യമാണ്, റിലേറ്റീവാണ്. ചിലർക്ക് ഫെയിം ആയിരിക്കും, ചിലർക്ക് മണി ആയിരിക്കും, ചിലർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സന്തോഷങ്ങളായിരിക്കും, ചിലർക്കൊരു പക്ഷേ വലിയ വീടോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു മൊമെൻറ്റിൽ, ഈ മൊമെൻറ്റിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചാൽ, ഈ മൊമെൻറ്റിൽ എനിക്ക് വളരെ പ്രഷറില്ലാതെ സന്തോഷത്തോടു കൂടി വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ഈ മൊമെൻറ്റിനെ അറിഞ്ഞ് എനിക്കിരിക്കാൻ സാധിച്ചാൽ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണെന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ടാകുക, ഒരു പേർപ്പസ് ഉണ്ടാകുക, ആ പേർപ്പസിൽ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് മീനിങ് ഫുള്ളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ആ പേർപ്പസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത്.